CK ചന്ദ്രപ്പൻ പുരസ്കാരം K ജയകുമാർ IASന് ഷാർജ യുവകലാസാഹിതിയാണ് പുരസ്കാരം നൽകുന്നത്. 2024 ദർഹവും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. സെപ്റ്റംബർ 8-ന് ഷാർജയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ കൃഷിമന്ത്രി മുല്ലക്കര രത്നാകരൻ പുരസ്കാരം സമ്മാനിക്കും. തൃശൂർ അക്വാറ്റിക്സ് ക്ലബിലെ വേവ്സ് പാർട്ടി ഹാൾ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അക്വാറ്റിക്സ് ക്ലബിന്റെ ധനസഹായം കൈമാറി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കോട്ടയം ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂതന സൗകര്യങ്ങളുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിച്ചു. ഫെഡറൽ ബാങ്കിന്റെ CSR പദ്ധതിയിലൂടെയാണ് ലാബ് സജ്ജീകരിച്ചത്. കോട്ടയം അതിരൂപത വികാരി ജെയിംസ് പാലക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് കോട്ടയം റീജിയണൽ ബാങ്ക് മാനേജർ KT ജയചന്ദ്രൻ ലാബിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗുജറാത്തിലെ സൂറത്തിൽ ലിഫ്റ്റ് അപകടത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കോട്ടയം കുടമാളൂർ സ്വദേശി രഞ്ജിത്ത് ബാബു. ഹോട്ടലിലെ ലിഫ്റ്റ് പിറ്റിലൂടെ താഴേക്ക് വീണാണ് അപകടം. മൃതദേഹം നാട്ടിലെത്തിക്കും. കോട്ടയം പെരുവയിൽ തിരുവനന്തപുരത്ത് നിന്ന് വെള്ളൂർ KPL കമ്പനിയിലേക്ക് യൂക്കാലിപ്സ് തടി കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പെൻഷൻ ആവശ്യവുമായി സംയുക്ത യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. പെൻഷൻ ഔദാര്യമല്ല, അവകാശമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത വിശ്വകല തങ്കപ്പൻ പറഞ്ഞു. 14 മാസമായി മുടങ്ങിയ പെൻഷൻ ഓണത്തിന് മുൻപ് നൽകുക, ക്ഷേമനിധി ബോർഡിൽ നിന്ന് സർക്കാർ കടമെടുത്ത കോടികൾ തിരിച്ചടക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. തൃശൂർ പന്നിത്തടം തങ്ങൾപ്പടിയിൽ യുവതിയെയും 10 വയസ്സ് പ്രായമുള്ള മകളെയും വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് അറസ്റ്റിലായത് പഴഞ്ഞി സ്വദേശി അനീഷ് കുമാർ. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് എറണാകുളം മടപ്ലാത്തുരുത്ത് സ്വദേശി ആഷിഖ്. മരണം ചികിത്സയിലിരിക്കെ. ആഷിഖ് ഓടിച്ച ബൈക്ക് തത്തപ്പള്ളിയിൽ വെച്ച് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു.